ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടു റീച്ച് ദി അൺറീച്ച്ഡ് ഈഡൻ ടി വി ഒരുക്കുന്ന ശാം സ്കൂൾ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. 2024 പുതിയ ക്വാർട്ടറിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സങ്കീർത്തന പുസ്തകമാണ്. നാം എന്താണ് സങ്കീർത്തനം എന്ന് 4 പാഠങ്ങളിൽ പഠിക്കുകയുണ്ടായി. ആമുഖത്തിൽ നമ്മുടെ ലേഖകൻ സങ്കീർത്തനത്തിന് ഒരു സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. എന്താണ് സങ്കീർത്തനം? ദൈവവും മനുഷ്യനും ഹൃദയവുമായി കണ്ടുമുട്ടുന്ന ഒരു ഇടമാണ് സങ്കീർത്തനം. ദൈവവും മനുഷ്യനും ഹൃദയങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു ഇടമാണ് അല്ലെങ്കിൽ സ്ഥലമാണ് സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ ഇന്ന് നാം 5ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കുന്നത്. പാഠത്തിൻ്റെ ഹെഡിങ് യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്. യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത്. മനപ്പാഠവാക്യം സങ്കീർത്തനങ്ങൾ 137 അധ്യായം 4ാമത്തെ വാക്യമാണ് മനപ്പാഠവാക്യം. സങ്കീർത്തനം 137 അധ്യായം 4ാം വാക്യം അതിപ്രകാരം പറയുന്നു: ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? ഇവിടെ ദൈവമക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങൾ അന്യദേശത്ത് പാർക്കുമ്പോൾ ഞങ്ങൾ യഹോവയുടെ ഗീതം ഞങ്ങൾ എങ്ങനെ പാടും? ഇവിടെ നമുക്കറിയാം, ദൈവമക്കൾ ബാബിലോണിൽ പ്രവാസത്തിലായിരുന്നു. പ്രവാസ ജീവിതം നമുക്കറിയാം, വളരെ കഷ്ടവും സങ്കടവും നിറഞ്ഞ ഒരു ജീവിതമാണ് പ്രവാസ ജീവിതം. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു ജീവിതമാണ് പ്രവാസ ജീവിതം. അവർ പ്രവാസ ജീവിതത്തിലായിരുന്നപ്പോൾ ഞങ്ങളുടെ മടങ്ങിപ്പോക്ക് ഞങ്ങൾ എപ്രകാരമായിരിക്കും, ഞങ്ങൾ ഇനി ഈ ദേശത്ത് നിന്ന് മടങ്ങിപ്പോകുമെന്ന് അവർ സ്വയം ചിന്തിക്കുകയുണ്ടായി. 137 സങ്കീർത്തനം അതിൻ്റെ 1ാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനം 137 1 പറയുന്നത്: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അവരിപ്പോൾ പ്രവാസത്തിലായിരിക്കുകയാണ്. അപ്പോൾ പ്രവാസത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ, ഒരു അന്യദേശത്ത് ഞങ്ങൾ പാർക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ യഹോവയുടെ ഗീതം പാടും? ഇവിടെ ലേഖകൻ പറയുന്നത്, നമ്മുടെ ലോകം പാപവും തിന്മയും കഷ്ടതകളും മരണങ്ങളും ഒക്കെ നിറഞ്ഞതായ ഒരു അപൂർണ ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. അത് സങ്കീർത്തനക്കാരൻ്റെ എല്ലാ രചനകളിലും എല്ലാ പാട്ടുകളിലും നമുക്ക് ഈ ഒരു പശ്ചാത്തലം കാണുവാൻ കഴിയും. നമ്മുടെ ദൈവം സർവ അധികാരമുള്ള ദൈവമാണ്, സൃഷ്ടാവാണ്, പരിപാലിക്കുന്ന ദൈവമാണ്, നമ്മളെ ന്യായം വിധിക്കുന്ന ദൈവമാണ് ഒക്കെ ഇവിടെ പറയുന്നു. എങ്കിലും ഈ ലോകം പാപം നിറഞ്ഞ് തിന്മകൾ നിറഞ്ഞ് ദുഷ്ടത പെരുകി ഉള്ള ഒരു ദേശത്ത് നാം ആയിരിക്കുന്നു. നമ്മുടെ ദേശം പോലും അന്യദേശമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശം എങ്ങനെയാണ് അന്യദേശമാകുന്നത്? ഈ ലോകത്തിൽ നാം വസിക്കുന്ന ഭൂമിയിൽ നാം പാർക്കുന്ന ഇടത്ത് പാപം പെരുകുമ്പോൾ, ദുഷ്ടത പെരുകുമ്പോൾ ആ ദേശം പോലും അന്യദേശമായി മാറുന്നു എന്ന് ലേഖകൻ പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു അന്യദേശത്ത് നമുക്കെങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കുവാൻ കഴിയും? ഇതാണ് നമ്മുടെ ഈ പാഠത്തിലെ ചോദ്യചിഹ്നം. ഈ 5ാമത്തെ പാഠത്തിലെ മെയിൻ ചോദ്യചിഹ്നം ഇതാണ്: ഒരു അന്യദേശത്ത് നാം പാർക്കുമ്പോൾ നമുക്കെങ്ങനെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നിലനിർത്തുവാൻ കഴിയും? ഇവിടെ ഒരിക്കലും പരാജയപ്പെടാത്തതായ നിത്യനായ ഒരു ദൈവത്തിലാണ് നമ്മുടെ സങ്കേതവും നമ്മുടെ അഭയവും. എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ സങ്കേതവും നമ്മുടെ അഭയവും ഒക്കെ ദൈവത്തിലാണെങ്കിൽ പോലും പലപ്പോഴും സങ്കീർത്തനക്കാരൻ അവരുടെ ജീവിതങ്ങളിൽ പതറിപ്പോകാറുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ പലപ്പോഴും തൻ്റെ പാട്ടുകളിൽ ദൈവത്തോട് പല ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ്. പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. എൻ്റെ നിലവിളി എന്താണ് അങ്ങ് ശ്രദ്ധിക്കാതിരിക്കുന്നത്? എൻ്റെ വീഴ്ച എന്താണ് അങ്ങ് കാണാതിരിക്കുന്നത്? എന്താണ് എൻ്റെ ദൈവമേ അങ്ങ് മറുപടി നൽകാത്തത്? എന്താണ് ദൈവമേ അങ്ങ് നിശബ്ദനായി നിൽക്കുന്നത്? എന്നൊക്കെയുള്ള പലതരത്തിലുള്ളതായ ആകുലതകൾ ഈ രചനകൾ 150 സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഓരോ രചനകളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പതറിയതായ അനുഭവങ്ങളെ ഇവിടെ രേഖപ്പെടുന്നത് നമ്മുടേതായ ജീവിത പശ്ചാത്തലം തന്നെയാണ് സങ്കീർത്തനക്കാരുടെ ജീവിതങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അവരിവിടെ ചോദിക്കുന്നത്, പല തരത്തിൽ ദൈവത്തോട് അവർ പ്രതികരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ദൈവം നിശബ്ദനായി ഇരിക്കുന്നത്? എൻ്റെ നിലവിളി അങ്ങ് കേൾക്കാത്തത്, എൻ്റെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധിക്കാത്തത്? ഇങ്ങനെയുള്ള പലതരം ചോദ്യങ്ങൾ പ്രതികരണത്തിലൂടെ അവർ ദൈവത്തോട് ചോദിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത്, എങ്ങനെ നാം അന്യദേശത്ത് പാർക്കുമ്പോൾ യഹോവയുടെ ഗീതം പാടും? എങ്ങനെ ഒരു അന്യദേശത്ത് നാം പാർക്കുമ്പോൾ
നമുക്ക് വിശ്വാസ ജീവിതം നിലനിർത്തുവാൻ സാധിക്കും. ഈ മനോഹരമായ പാഠത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞായറാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദുഷ്കാലം. ഞായറാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദുഷ്കാലം. ഞായറാഴ്ചത്തെ ഭാഗത്ത് പറയുന്നത് ദൈവവും ദുഷ്ടശക്തികളും തമ്മിലുള്ള ആ വൻ പോരാട്ടത്തെയാണ് ഞായറാഴ്ചത്തെ പാഠത്തിൽ വിവരിക്കുന്നത്. ദൈവവും ദുഷ്ടശക്തികളും തമ്മിലുള്ള വൻ പോരാട്ടം. നമുക്കറിയാം, ബൈബിൾ നാം പഠിക്കുമ്പോൾ ഈ വൻ പോരാട്ടത്തെ ആദ്യം മുതൽ കാണുകയാണ്. ഈ പോരാട്ടം സ്വർഗത്തിൽ തുടങ്ങി കർത്താവിൻ്റെ രണ്ടാം വരവ് വരെ ഈ പോരാട്ടം നിലനിൽക്കുമെന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ദൈവവും ദുർശക്തികളും തമ്മിലുള്ള ഈ പോരാട്ടത്തെ നാം ജീവിക്കുന്ന ഈ കാലം ദുഷ്കാലമാണെന്ന് ഞായറാഴ്ചത്തെ പാഠം നമ്മെ മനസ്സിലാക്കി തരുന്നു. നാം ജീവിക്കുന്ന കാലങ്ങൾ അല്ലെങ്കിൽ ജീവിക്കുന്ന സമയം ഇത് ദുഷ്കാലമാണ്. വചനം തന്നെ പറയുന്നു. അതുകൊണ്ട് നാം തക്കത്തിൽ ആ സമയത്തെ ഉപയോഗിക്കണമെന്ന് വചനത്തിലൂടെ തന്നെ നമ്മെ അവിടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ ദുഷ്കാലത്തെക്കുറിച്ച് അവൻ വർണ്ണിക്കുകയാണ്. നാം ജീവിക്കുന്ന ഈ ശക്തികൾ, ദുഷ്ടശക്തികളും തമ്മിലുള്ള ഈ പോരാട്ടത്തെ സങ്കീർത്തനക്കാരൻ ഇവിടെ തൻ്റെ കണ്ണുകളിലൂടെ അവൻ കാണുകയാണ്. ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണമാണ് ഈ പോരാട്ടം. ബൈബിൾ നാം മുഴുവനായി പഠിക്കുമ്പോൾ ഈ പോരാട്ടം യഥാർത്ഥത്തിൽ വേദശാസ്ത്രപരമായി ഈ പോരാട്ടം നിലനിൽക്കുന്ന പോരാട്ടങ്ങളാണ്. അതിൽ പലതരം ചോദ്യങ്ങൾ ഒക്കെയുണ്ട്. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഏക വിഷമമെന്ന് പറയുന്നത് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യെരുശലേമിൻ്റെയും നാശത്തെ കണ്ടപ്പോൾ സങ്കീർത്തനക്കാരൻ വല്ലാതെ അവൻ വേദനിക്കുകയാണ്. കാരണം സ്വന്തം രാജ്യമായ യെരുശലേമും അതുപോലെ ദൈവത്തിൻ്റെ വാസസ്ഥലമായ വിശുദ്ധ മന്ദിരവും നശിപ്പിക്കപ്പെട്ടപ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ വളരെയധികം വേദനപ്പെടുന്നു. കാരണം ഇതൊന്നും ദൈവം കാണുന്നില്ലേ എന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. കാരണം ഈ യെരുശലേമിൻ്റെ നാശവും വിശുദ്ധ മന്ദിരത്തിൻ്റെ നാശവും കണ്ടപ്പോൾ പലപ്പോഴും പുറജാതികൾ ഈ ഇസ്രായേൽ ജനത്തെ ദുഷിക്കുന്നതായിട്ട് സങ്കീർത്തനങ്ങളിലും മറ്റുള്ള പുറപ്പാട് പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ വിശുദ്ധ മന്ദിരത്തിൻ്റെയും യെരുശലേമിൻ്റെ നാശം കണ്ടപ്പോൾ ദൈവത്തെ ദുഷിക്കുവാൻ അത് പുറജാതികൾക്ക് ഒരവസരമായി ലഭിച്ചു. അതുകൊണ്ട് എന്താണ് ദൈവത്തിൻ്റെ ഉടമ്പടി, ദൈവത്തിൻ്റെ വാഗ്ദത്തം, അല്ലേ? ഇതൊക്കെ നിലനിർത്തുമെന്നാണല്ലോ ദൈവം പറയുന്നത്. എങ്കിലും ഇതെല്ലാത്തിനും ഒരു നാശം സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്കൊരു വെല്ലുവിളിയാണല്ലോ ഈ നാശമെന്ന് അവർ സ്വയം ചിന്തിക്കുന്നു. അപ്പോൾ ഞായറാഴ്ചത്തെ പാഠത്തിൽ ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കുന്ന വലിയ ഒരു വ്യാകുലതയാണ്, ഒരു പ്രയാസമാണ്. കാരണം യെരുശലേം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, വിശുദ്ധ മന്ദിരം നശിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലേ, ദൈവം ഇതൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്ന് സ്വയം ചിന്തിച്ചിട്ട് അന്യജാതിക്കാർ, പുറജാതികൾ ഈ യഥാർത്ഥ ദൈവത്തെ ദുഷിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്തൊരു വേദന ഉള്ളതായിട്ട് ഇവിടെ മനസ്സിലാക്കി തരുന്നു. ഇവിടെ സങ്കീർത്തനം 74-ാം അധ്യായവും 79-ാം അധ്യായമാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനങ്ങൾ 74-ഉം 79-ഉം. ഇവിടെ 74-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, 74-ാം സങ്കീർത്തനം 18 മുതൽ 22 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ, ശത്രു നിന്ദിച്ചിരിക്കുന്നതും മൂഢജാതി തിരുനാമത്തെ ദുഷിച്ചിരിക്കുന്നതും ഓർക്കണമേ. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. നിന്റെ എളിവയുടെ ജീവനെ എന്നേക്കും മറക്കരുതേ. നിന്റെ നിയമത്തെ കടാക്ഷിക്കണമേ. ഭൂമിയിലെ അന്ധകാര സ്ഥലങ്ങൾ സാഹസ നിവാസങ്ങൾ കൊണ്ടിപ്പോൾ നിറഞ്ഞിരിക്കുന്നു. പീഡിതൻ ലജ്ജിച്ച് പിന്തിരിയരുതേ. എളിയവനും ദരിദ്രനും നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ദൈവമേ, അവൻ്റെ നിലവിളിയാണ്, ദൈവമേ എഴുന്നേറ്റ് നിന്റെ വ്യവഹാരം നടത്തണമേ. മൂടൻ ഇടവിടാതെ നിന്നെ നിന്ദിക്കുന്നത് ഓർക്കണം. യെരുശലേമിൻ്റെ നാശത്തെയും വിശുദ്ധ മന്ദിരത്തിൻ്റെ നാശത്തെയും കണ്ടപ്പോൾ ദൈവമക്കളുടെ ഉള്ളിലുള്ള ആഴമേറിയ ഒരു നിലവിളിയാണ്, ദൈവമേ ദുഷ്ടൻ നിന്നെ നിന്ദിക്കുന്നത് നീ ഓർക്കണമേ, ഇതിലൊരു വ്യവഹാരം ഞങ്ങൾക്ക് നടത്തി തരണമേ എന്നിവിടെ പറയുന്നു. അതുപോലെ 79-ാം സങ്കീർത്തനം വായിക്കുമ്പോഴും 79-ാം സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു.
ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിൻ്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. നിൻ്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന്? നിൻ്റെ ദാസന്മാരുടെ രക്തം ചിന്നിയതിൻ്റെ പ്രതികാരം ഞങ്ങൾ കാണെ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ. അപ്പോൾ ഇവിടെ അവരുടെ പാപക്ഷമയ്ക്ക് വേണ്ടി അവർ ദൈവത്തോട് യാചിക്കുകയാണ്. ഞങ്ങളുടെ പാപനിമിത്തമായിരിക്കും യെരുശലേമിനും വിശുദ്ധ മന്ദിരത്തിനും ഈ നാശം സംഭവിച്ചത് എന്നോർത്ത് സങ്കീർത്തനക്കാരൻ അവരുടെ പാപങ്ങളെ ദൈവത്തോട് അവർ ഏറ്റുപറയുകയാണ്. ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. പുറജാതികൾ നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ഞങ്ങളോട് ചോദിക്കുന്നു. ഇങ്ങനെയുള്ള വല്ലാത്തൊരു വേദനയുള്ള ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ പറയുന്നത് ദൈവം ഈ ലോകത്തെ സംരക്ഷിക്കുമെന്നും ദൈവം ഈ ലോകത്തെ ന്യായം വിധിക്കുമെന്നും ദൈവം ഈ ലോകത്തെ പരിപാലിക്കുമെന്നും ഇസ്രായേൽ ജനം അറിയണമെന്ന് സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നു, അല്ലേ? ഇവിടെ എത്രമാത്രം അന്യജാതിക്കാർ ദൈവത്തെ ദുഷിച്ചാലും ദൈവം ഇതിനൊരു പരിഹാരം നൽകുമെന്ന് സങ്കീർത്തനക്കാരൻ പൂർണ്ണമായും ഉറച്ച് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളതായ ഒരവസ്ഥ ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ പിന്മാറ്റം, നമ്മുടെ ദോഷങ്ങൾ കാരണം പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങൾ സമൂഹത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും വരാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ പാഠത്തിൽ ഇന്ന് പറയുന്നത് നമ്മുടെ തെറ്റായ പ്രവൃത്തികൾ, നമ്മുടെ തെറ്റായ സാക്ഷ്യങ്ങൾ, നമ്മുടെ തെറ്റായ ദൗത്യങ്ങൾ പലപ്പോഴും പല അപകടങ്ങൾ വിളിച്ചു വരുത്തും. ഒരുപക്ഷെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ നിമിത്തമാണ് യെരുശലേമിനും വിശുദ്ധ മന്ദിരത്തിനും ഒക്കെ നാശം സംഭവിച്ചത്. അതുകൊണ്ട് അവരുടെ പാപങ്ങളെ 79-ാം സങ്കീർത്തനത്തിൽ അവർ ഏറ്റുപറയുകയാണ്. അതുകൊണ്ട് അവരുടെ തെറ്റായ ജീവിതങ്ങളും തെറ്റായ പ്രവൃത്തികളും തെറ്റായ സാക്ഷ്യങ്ങളും തെറ്റായ ദൗത്യങ്ങളൊക്കെ ഒരുപക്ഷെ അപകടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ ഒരു ചോദ്യം നമ്മോട് ചോദിക്കുകയാണ്: ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുന്നവരുടെ പ്രവൃത്തികൾ എത്രയേറെ ആളുകളെ നമ്മുടെ വിശ്വാസം വിട്ടുപോയിരിക്കുന്നു എന്നിവിടെ ചോദിക്കുന്നു. അത് നാം ആത്മപരിശോധന ചെയ്യേണ്ട ചോദ്യമാണ്. ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചിട്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, അല്ലേ, നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത പല പ്രവൃത്തികൾ കാരണം അനേകർ ക്രിസ്തുമാർഗം ഉപേക്ഷിക്കുവാൻ കാരണമായി തീരുന്നു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ഇവരും സങ്കീർത്തനക്കാരനും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ പൂർവികർ ചെയ്ത പാപങ്ങൾ കാരണമാണ് ഒരുപക്ഷെ യെരുശലേമിന് ഈ നാശവും വിശുദ്ധ മന്ദിരത്തിന് ഈ നാശവും സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യഹോവ എവിടെയെന്ന് ദുഷ്ടന്മാർ ചോദിക്കുമ്പോൾ, അങ്ങയുടെ നാമത്തെ ദുഷ്ടന്മാർ ദുഷിക്കുമ്പോൾ, നിന്ദിക്കുമ്പോൾ, യഹോവയെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സഹായം അരുളണമേ, ഞങ്ങൾക്ക് വ്യവഹാരം നടത്തിത്തരണമേ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവർ ജീവിക്കുന്ന ഈ ദുഷ്ടലോകത്ത് സാത്താൻ്റെ മേൽ ദൈവത്തിന് വിജയം നൽകുവാൻ കഴിയുമെന്ന് ഞായറാഴ്ചത്തെ പാഠത്തിൽ സങ്കീർത്തനക്കാരൻ ഉറച്ചു വിശ്വസിക്കുന്നതായി അവർ പ്രാർത്ഥിക്കുന്നു. തിങ്കളാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. തിങ്കളാഴ്ച പഠിക്കുന്ന ഹെഡിങ് മരണത്തിൻ്റെ വാതിൽക്കൽ. മരണത്തിൻ്റെ വാതിൽക്കൽ. തിങ്കളാഴ്ചത്തെ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ മരണത്തിൻ്റെ വാതിൽക്കലിൻ്റെ അനുഭവം അവിടെ പങ്കുവയ്ക്കുകയാണ്. മരണത്തെ മുഖാമുഖമായി കാണുന്ന ഒരു അനുഭവമാണ് മരണത്തിൻ്റെ വാതിൽക്കൽ. സങ്കീർത്തനക്കാരൻ 116-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, 116-ാം സങ്കീർത്തനം 3-ാം വാക്യം: മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. മനുഷ്യൻ്റെ ജീവിതത്തിൽ മരണത്തെ മുഖമായി കാണുന്ന അനുഭവങ്ങളാണ് മരണപാശങ്ങൾ, അല്ലെങ്കിൽ മരണത്തിൻ്റെ വാതിൽക്കൽ. നാം എല്ലാവരും ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്, അല്ലേ? പലപ്പോഴും മരണത്തെ നാം മുഖാമുഖമായി നേരിട്ട് അനുഭവിച്ചവരാണ്. ആ സമയത്തൊക്കെയും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും നമ്മെ വലിച്ചു കയറ്റി, നമ്മുടെ കാലുകളെ സ്ഥിരമാക്കി, നമ്മൾ പാറമേൽ നിർത്തി, നമ്മുടെ നാവിൽ യഹോവയുടെ ഒരു പുതിയ പാട്ട് തന്നു, അല്ലേ? എൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. ആ പാട്ടാണ് നാം അന്യദേശത്ത് പാടേണ്ടത്. കഴിഞ്ഞ കാലത്ത് എൻ്റെ ജീവിതത്തിൽ വന്നതായ മരണകരമായ ആ നാശത്തിൽ നിന്ന് എന്നെ എൻ്റെ കർത്താവ് വലിച്ചു കയറ്റി രക്ഷകരമായ ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി, അല്ലേ? എൻ്റെ നാവിൽ യഹോവ ഒരു പുതിയ പാട്ട് തന്നു. അത് അന്യദേശത്ത് പാടുവാൻ നമുക്ക് പഠിക്കേണ്ട ഒരു വലിയ പാട്ടാണ്. നമ്മുടെ അനുഭവ പാട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മരണത്തിൻ്റെ അനുഭവത്തിൽ ആയിരുന്ന സമയത്ത് ദൈവമക്കളുടെ അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നത്, ദൈവ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള കഷ്ട അനുഭവങ്ങൾ ഉണ്ടാകുമോ എന്നിവിടെ ചോദിക്കുകയാണ്, അല്ലേ? എല്ലാവർക്കും ഈ കഷ്ട അനുഭവങ്ങൾ ഉണ്ട്. അത് ആർക്കും നമുക്ക് ഒഴിവാക്കുവാൻ കഴിയില്ല. രോഗവും മരണവും കഷ്ടവും ഒക്കെ നമുക്ക് എല്ലാ ദൈവമക്കൾക്കും
ഉള്ള ഒരു അനുഭവമാണ്. അങ്ങനെ ഒരു ഭീകരമായ ഒരു കഷ്ട അനുഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭീകരമായ ഒരു കഷ്ട അനുഭവം. 105-ാം സങ്കീർത്തനം 13-ാം വാക്യം പറയുന്നു. 105-ാം സങ്കീർത്തനം 13-ാം വാക്യം, അവനൊരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകുമെന്നൊരു വാഗ്ദത്തം പറയുന്നു. സങ്കീർത്തനം 105-13, അവനൊരു ജാതി വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കലേക്കും ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്കും പോകുക. അങ്ങ് ഇപ്പോൾ പ്രവാസത്തിലായിരിക്കുന്നു, ബാബേൽ തീരത്ത് അവരായിരിക്കുന്നു. അപ്പോൾ ഈ ഭീകരമായ ഒരു കഷ്ട അനുഭവം മരണത്തിൻ്റെ വാതിൽ പോലെയാണ്. പ്രവാസത്തിലായിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് മരണത്തിൻ്റെ വാതിൽ പോലെയാണ്, അല്ലേ? നമുക്കൊരു സ്വാതന്ത്ര്യമില്ലാത്തൊരു അനുഭവം. അപ്പോൾ ഭീകരമായൊരു കഷ്ട അനുഭവത്തെ ഇവിടെ സൂചിപ്പിക്കുന്നു. സങ്കീർത്തനം 102 പറയുന്നത്, സങ്കീർത്തനം 102 3 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. മരണത്തിൻ്റെ താഴ്വരയെക്കുറിച്ച് പറയുകയാണ്. എൻ്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകുന്നു, എൻ്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു, എൻ്റെ ഞെരുക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു, എൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു, ഞാൻ പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നു. അല്ലേ? താഴോട്ട് ആ നിലവിളി പറയുകയാണ്. 102-ാം സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളാണ്, അല്ലേ? ശക്തിയില്ലാത്തതുപോലെ തോന്നുന്നു, പുല്ലുപോലെ ഉണങ്ങിപ്പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നു, ഭക്ഷിപ്പാൻ ഞാൻ മറന്നു പോകുന്നു, മരിച്ചവരോടൊപ്പം എണ്ണപ്പെടുന്നു, കൊല്ലപ്പെട്ടവരുടെ ശവക്കുഴിയിൽ ഞാൻ കിടക്കുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ അനുഭവത്തെ ഇവിടെ പറയുന്നു. പലപ്പോഴും ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നത് പലപ്പോഴും നമ്മുടെ പാപമായിരിക്കാം ഇങ്ങനെയുള്ള രോഗങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതെന്നും സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നു, അല്ലേ? 41-ാം സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി തരുന്നു. ഇവിടെ 41-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം പറയുന്നത്, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കും, യഹോവ എന്നോട് കൃപ തോന്നി എന്നെ സൗഖ്യമാക്കണമേ, നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പലപ്പോഴും മരണത്തിൻ്റെ അവസ്ഥകൾ വരുന്നത് ഒരുപക്ഷേ നമ്മുടെ പാപം കാരണമായിരിക്കാം, അല്ലേ? അത് തീർത്തും ബൈബിൾ പറയുന്നുണ്ട്. പാപം കാരണമാണ് പലപ്പോഴും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പാപം നാം ചെയ്യുമ്പോൾ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ പാപം ചെയ്തു എന്ന് സ്വയം ഏറ്റു പറഞ്ഞു. മാനസാന്തരപ്പെടുമ്പോൾ നിൻ്റെ കിടക്കയെ അവൻ എന്ത് ചെയ്യും? മാറ്റി വിരിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മരണകരമായ അനുഭവങ്ങളെയാണ് തിങ്കളാഴ്ചത്തെ പാഠത്തിൽ മെയിനായിട്ട് പറയുന്നത്. എങ്കിലും ഈ മരണത്തിൻ്റെ വാതിലായിട്ട് പോലും ദൈവം അവിടെ അത്ഭുതങ്ങളെ നമുക്ക് വേണ്ടി ചെയ്യും എന്നിവിടെ പറയുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ നാം ആണ് എങ്കിൽ പോലും നാം ദൈവത്തോട് വിശ്വസ്തതയുള്ളവരും ദൈവത്തോട് നാം അനുസരണമുള്ളവരുമാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്തുണ്ടാകും? ഈ മരണകരമായ അനുഭവത്തിൽ പോലും നമ്മുടെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകും. ഇവിടെ പറയുന്നത്, ദൈവം എൻ്റെ ജീവിതത്തിൽ കഠിനമായ വേദന നൽകിയാലും ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കും. ദൈവമക്കളുടെ ഒരു പ്രത്യാശതയാണ്. ദൈവത്തിൽ നിന്ന് എനിക്ക് കഠിനമായ വേദനകൾ അനുഭവപ്പെട്ടാലും ഞാൻ ദൈവത്തോട് പറ്റിയിരിക്കും. കഷ്ടം അനുഭവിച്ചാലും ഞാൻ ദൈവത്തെ നിഷേധിക്കില്ല എന്നിവിടെ പറയുന്നു. ഞാൻ കഷ്ടം അനുഭവിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. കാരണം രക്ഷ എന്നത് ദൈവത്തിൽ നിന്ന് മാത്രമാണ്, അത് കൃപയിലൂടെ മാത്രമാണ് ലഭിക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ പറയുമ്പോൾ തിങ്കളാഴ്ചത്തെ പാഠം പറയുന്നത്, കഷ്ടം അനുഭവിച്ചാലും ദൈവം വിടുതൽ നൽകും. സകലവും നിയന്ത്രിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അതൊരു വലിയ പ്രത്യാശയുടെ അനുഭവമാണ് പറയുന്നത്. ക്രിസ്തുവിൻ്റെ പീഡ അനുഭവത്തെ നാം ഓർക്കണമെന്നാണ് പറയുന്നത്, അല്ലേ? ഒരു മരണകരമായ ഒരു അനുഭവത്തെയാണ് ക്രിസ്തുവിൻ്റെ പീഡ അനുഭവം സൂചിപ്പിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ലോകത്ത്, ക്രിസ്തീയ ജീവിതത്തിൽ മരണകരമായ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നാം മുഖാമുഖം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് റോമർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായം 28-ാം വാക്യം പറയും. റോമർ 8:28 പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ, ബാക്കി പറഞ്ഞ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു, അല്ലേ? അപ്പോൾ ദൈവമക്കൾക്ക് എന്തുണ്ട്? കഷ്ടവും പ്രയാസവും ദുഃഖവും ഉണ്ട്, എങ്കിലും അതിലൊരു നീക്കുപോക്കുണ്ട് എന്ന് തിങ്കളാഴ്ചത്തെ പാഠം പറയും. മരണത്തിൻ്റെ താഴ്വരയിൽ നാം ആണെങ്കിലും, വാതിൽക്കൽ നാം ആയാലും ദൈവമക്കൾക്ക്, വിശ്വസ്തരായ ദൈവമക്കൾക്ക് ഒരു നീക്കുപോക്കുണ്ട്. കാരണം ദൈവം സർവ്വ അധിപനാണ്, നമ്മുടെ സൃഷ്ടാവാണ്, നമ്മെ പരിപാലിക്കുന്നവനാണ്. ഏത് പീഡ അനുഭവത്തിൽ നാം കടന്നു പോയാലും ദൈവത്തോട് നാം പറ്റിയിരിക്കുകയാണെങ്കിൽ, കഷ്ടമനുഭവിക്കുമ്പോൾ ദൈവത്തെ നാം നിഷേധിക്കാതിരിക്കുകയാണെങ്കിൽ, രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമെന്ന് നാം അറിയുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നൽകുകയും ആ മരണ താഴ്വരയിൽ നിന്ന് നമ്മെ കരം പിടിച്ച് നമ്മെ ഉയർത്തുമെന്ന് തിങ്കളാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ചൊവ്വാഴ്ച പഠിക്കുന്ന ഹെഡിങ്, ദൈവം എവിടെ? ദൈവം എവിടെ?
പലപ്പോഴും പുറജാതിക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അന്യജാതിക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. അന്യദേശത്ത് നാം പാർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളും ഭാരങ്ങളും കാണുമ്പോൾ അവർ നമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം എവിടെ? ഇതൊരു ചോദ്യചിഹ്നമാണ്. സങ്കീർത്തനം 42-ാം അധ്യായം, എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ് 42-ാം സങ്കീർത്തനം. 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങളിൽ കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമാണ്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീര് രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. പലപ്പോഴും മറ്റുള്ള ജനം ചോദിക്കുന്നതാണ്, അന്യദേശത്ത് നാം പാർക്കുമ്പോൾ, പരദേശിയായി നാം പാർക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിന്റെ ദൈവം എവിടെ? അപ്പോൾ അത്രമാത്രം കഷ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മോട് ചോദിക്കുന്നത്, നിന്റെ ദൈവം എവിടെ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു, നിശ്ചലനായ ദൈവത്തെയല്ല. എൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്ന 24/7 ആയി പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവത്തിനായി തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ തന്നെ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. വീണ്ടും 63-ാം സങ്കീർത്തനം എൻ്റെ 1-ാം വാക്യം പറയുന്നു. 63-ാം സങ്കീർത്തനം, ദൈവമേ നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഞാനിപ്പോൾ ഒരു വെള്ളമില്ലാത്ത ഒരു മരുഭൂമിയുടെ അവസ്ഥയിൽ ഞാൻ ആയിരിക്കുന്നു. ഈ വെള്ളമില്ലാത്ത മരുഭൂമിയുടെ അവസ്ഥയിൽ തന്നെ ഞാൻ ആയിരിക്കുന്ന നിമിഷത്തിൽ പോലും ഞാൻ നിനക്കായി ദാഹിക്കുന്നു. 69-ാം സങ്കീർത്തനം പറയും, ദൈവമേ എന്നെ രക്ഷിക്കണമേ, വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു. ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു, ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു. എൻ്റെ നിലവിളിയാൽ ഞാനിപ്പോൾ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട വിളിച്ച് വിളിച്ച് ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു എന്നിവിടെ പറയുന്നത്. അപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയാണ്, ഏകാന്തതയുടെ ഒരു അനുഭവം. ആരുമില്ല, എന്നെ രക്ഷിപ്പാൻ ആരുമില്ല, എൻ്റെ കഷ്ടാനുഭവത്തിൽ എന്നെ രക്ഷിപ്പാൻ ആരുമില്ല. മറ്റുള്ളവർ എന്നോട് ചോദിക്കുന്നു, എൻ്റെ ദൈവം എവിടെ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ട് ഏകാന്ത അനുഭവത്തിൽ നാം ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ 69-ാം സങ്കീർത്തനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകി, എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ വിളിച്ചു വിളിച്ചു വിളിച്ച് എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് തന്നെ ഞാൻ നോക്കിയിരിക്കുന്നു, പക്ഷേ എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു എന്നിവിടെ പറയുന്നു. അതുപോലെ 102-ാം സങ്കീർത്തനത്തിൽ ഇവിടെ പറയുന്നത് 6-ാം വാക്യം ശ്രദ്ധിക്കുക. 102-ാം സങ്കീർത്തനം 6-ാം വാക്യം, ഞാൻ മരുഭൂമിയിൽ വേഴാമ്പൽ പോലെയാകുന്നു, ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ ഞാൻ ആയിരിക്കുന്നു, ഞാൻ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഞാൻ ആകുന്നു. പലതിനോട് ഉപമിക്കുകയാണ് അല്ലേ. മരുഭൂമിയിലെ വേഴാമ്പൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് പോലെ, ശൂന്യസ്ഥലത്ത് ഒരു മൂങ്ങ ഒറ്റപ്പെട്ടവൻ അനുഭവത്തിലായിരിക്കുന്നത് പോലെ ഞാനിപ്പോൾ ഉറക്കളിച്ചിരിക്കുന്നു, വീട്ടിൻ മുകളിൽ തരിച്ചിരിക്കുന്ന ഒരു കുരുകിൽ പോലെ ഞാൻ ഏകാഗ്രനായിരിക്കുന്നു. അതുകൊണ്ട് ദൈവമേ എഴുന്നേൽക്കണമേ. സങ്കീർത്തനം 10-ൽ 12 യഹോവേ എഴുന്നേൽക്കണമേ, ദൈവമേ തൃക്കൈ ഉയർത്തണമേ, എളിയവരെ മറക്കരുതേ എന്ന് ഇവിടെ നിലവിളിക്കണം. അപ്പോൾ പലപ്പോഴും ശൂന്യ സ്ഥലത്തെ അനുഭവങ്ങൾ, മരുഭൂമിയുടെ ഒരു ഏകാന്തത, വെള്ളം വറ്റിയ ഒരു അനുഭവം, തൊണ്ട ഉണങ്ങിയ ഒരു അനുഭവം, ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു ജീവിതം, ഇതൊക്കെ കാണുമ്പോൾ അന്യജാതിക്കാർ നമ്മോട് ചോദിക്കും, നിൻ്റെ ദൈവം എവിടെ? ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എങ്കിലും സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ഈ നിശബ്ദതയ്ക്ക് ദൈവത്തോട് അവൻ ചോദിക്കുകയാണ്, ദൈവം ഇപ്പോൾ നിശബ്ദനാണ് അല്ലേ? എൻ്റെ ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ പോലും ദൈവം ഇപ്പോൾ നിശബ്ദനാണെന്ന് സകല ജാതിക്കാരും എന്നോട് ചോദിക്കുന്നു, നിൻ്റെ ദൈവം എവിടെ? ഈ നിശബ്ദതായി നിൽക്കുന്ന ദൈവത്തിന് മുമ്പിൽ അവൻ മിണ്ടാതിരിക്കുവാൻ ഒരുക്കമല്ല. അവൻ വീണ്ടും വീണ്ടും തൊണ്ട വറ്റിയിട്ട് പോലും, തൊണ്ട ഉണങ്ങിയിട്ട് പോലും അവൻ ദൈവത്തോട് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, അങ്ങ് എൻ്റെ ജീവിതം കാണുന്നില്ലേ, എൻ്റെ അനുഭവം നീ കാണുന്നില്ലേ എന്ന് അവൻ്റെ വിശ്വാസത്തിലൂടെ അവൻ ദൈവത്തോട് ചോദിക്കുന്നു. ഈ നിശബ്ദ അനുഭവത്തിൽ ദൈവമായിട്ട് പോലും അവൻ ദൈവസന്നിധിയിൽ അവൻ്റെ പാപങ്ങളെ ഏറ്റുപറയുകയും ദൈവത്തോട് സഹായത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. സങ്കീർത്തനം 22-1 നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സങ്കീർത്തനമാണ്. യേശു തന്നെ ക്രൂശിൽ പറഞ്ഞ വാമൊഴിയാണിത്. സങ്കീർത്തനം 22-1, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്
എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞെരുക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത് എന്ന് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു. സങ്കീർത്തനം 27:9 പറയുന്നത്, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ. മരുഭൂമി ജീവിതത്തിൽ എപ്പോഴും പലരും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, എന്നെ തള്ളിക്കളയരുതേ, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. അതുപോലെ സങ്കീർത്തനം 139 സങ്കീർത്തനം 12 വാക്യം, 39 സങ്കീർത്തനം 12 വാക്യം, യഹോവയെ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എൻ്റെ കണ്ണുനീർ കണ്ട് നീ മിണ്ടാതിരിക്കരുതേ, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ നിൻ്റെ സന്നിധിയിൽ ഞാൻ അന്യനും പരദേശിയുമാകുന്നുവല്ലോ എന്നിവിടെ പറയുന്നു. അപ്പോൾ ആഴത്തിലുള്ളൊരു നിലവിളിയാണ് സങ്കീർത്തനം 130:1. ആഴത്തിൽ നിന്നുള്ളൊരു നിലവിളിയാണ് ഒരു മനുഷ്യൻ്റെ നിലവിളി. മരുഭൂമി യാത്രയിലായിരിക്കുമ്പോൾ നാം എന്തു ചെയ്യും? അറ്റത്തിൽ, ബോട്ടം ലൈനിൽ, അടിത്തട്ടിൽ കടന്ന് യോന വിളിച്ചതുപോലെയുള്ളൊരു നിലവിളിയാണ്, അല്ലേ? തിമിംഗലത്തിൻ്റെ വയറ്റിനകത്ത് കടന്ന് യോന വിളിച്ചതുപോലെ, കപ്പലിൻ്റെ അടിത്തട്ടിൽ യോന വിളിച്ചതുപോലെയുള്ളൊരു നിലവിളിയാണ് ഇവിടുത്തെ സങ്കീർത്തനക്കാരൻ്റെ മരുഭൂമി യാത്രയിലെ നിലവിളി. അപ്പോൾ ദൈവം നിശബ്ദനായി ഇരുന്നിട്ട് പോലും ആ ദൈവത്തിൽ പൂർണ്ണമായി അവൻ ശരണം അർപ്പിച്ചുകൊണ്ട് അവൻ്റെ വിശ്വാസത്തെ അവൻ ഉപേക്ഷിക്കാതെ, അവൻ്റെ കൂട്ടായ്മയെ അവൻ ഉപേക്ഷിക്കാതെ ദൈവത്തോട് അവൻ അയ്യം വിളിക്കുകയാണ്. നിൻ്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോട് നീക്കിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കരുതേ എന്നുള്ള നിലവിളി. അപ്പോൾ ദൈവമക്കളുടേതായ ഇങ്ങനെയുള്ള ഒരു അനുഭവം വന്നിട്ട് പോലും അവരുടെ വിശ്വാസം അചഞ്ചലമായി സ്ഥിരതയോടുകൂടി ദൈവസന്നിധിയിൽ അവർ അപേക്ഷ കഴിക്കുന്നതായിട്ട് ഈ ചൊവ്വാഴ്ചത്തെ പാഠത്തിൽ നമ്മെ മനസ്സിലാക്കി തരുന്നു. ബുധനാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും ഇല്ലാതെയായോ. ബുധനാഴ്ച പഠിക്കുന്ന ഹെഡിങ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും ഇല്ലാതെയായോ. സങ്കീർത്തനം 77 സങ്കീർത്തനമാണ് പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനങ്ങൾ 77. ഇവിടെ നമ്മോട് ചോദിക്കുന്നത്, എന്ത് അനുഭവത്തിലൂടെയാണ് സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്നത്? എന്ത് അനുഭവത്തിലൂടെയാണ് സങ്കീർത്തനക്കാരൻ കടന്നു പോകുന്നത്? ഹെഡിങ് എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും ഇല്ലാതെയാകും. ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മോട് കൂടെ ഉണ്ടാകുമെന്നുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായ വാഗ്ദത്തം, തൻ്റെ ഉടമ്പടി എന്നേക്കും ഇല്ലാതെയായോ എന്ന് ദൈവമക്കൾ സ്വയം ദൈവത്തോട് ചോദിക്കുകയാണ്. അവിടെ കഷ്ടാനുഭവങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ദുഷ്കാലത്തിൽ അവരായിരിക്കുന്നു, മരണത്തിൻ്റെ പടിവാതിൽക്കലായിരിക്കുന്നു, അല്ലേ? മുഖാമുഖം അവർ കണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള മരുഭൂമി യാത്രയിൽ, മരുഭൂമിയുടെ അനുഭവത്തിൽ അവരായിരിക്കുമ്പോൾ മറ്റുള്ള പുറജാതിക്കാർ ചോദിക്കും, നിൻ്റെ ദൈവം എവിടെ? ഒരു ചോദ്യചിഹ്നമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് അവർ സ്വയം അറിയാതെ ചോദിക്കുകയാണ്. മറ്റുള്ളവർ ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവമക്കൾ സ്വയം ചിന്തിക്കുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും ഇല്ലാതെയായോ എന്നവർ സ്വയം ചോദിക്കുകയാണ്. 77 സങ്കീർത്തനത്തിൽ ദൈവത്തോടുള്ള സഹായത്തിനുള്ള ഒരു അപേക്ഷയാണ് 77 സങ്കീർത്തനം, ദൈവത്തിൻ്റെ സഹായത്തിനായുള്ള അപേക്ഷ. ഇവിടെ ആദ്യത്തെ പ്രാരംഭവാക്യം പറയുന്നത്, ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് തന്നെ ഞാൻ നിലവിളിക്കും, വേറെ ഒരിടത്തു നിന്നും എനിക്ക് രക്ഷ വരുവാനില്ല, അല്ലേ? ഏത് പ്രയാസഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നു പോയാലും, കൂരിരുൾ താഴ്വരയിൽ കൂടെ ഞാൻ കടന്നു പോയാലും എനിക്ക് രക്ഷ വേറെ ഒരിടത്തു നിന്നും വരാനില്ല. എൻ്റെ ദൈവമാണ് എൻ്റെ സങ്കേതവും എൻ്റെ അഭയവും. അതുകൊണ്ട് ഞാൻ ആ ദൈവത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുകയും ഞാൻ ഉറച്ച് നിലവിളിക്കുകയും ചെയ്യും. ഇതിൽ 3-ാം വാക്യം പറയുന്നു, ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, ഞാൻ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു. ദൈവം മറുപടി തരാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു. എങ്കിലും ഞാൻ ധ്യാനിച്ച്, എൻ്റെ ദൈവത്തിൽ തന്നെ ധ്യാനിച്ച് എൻ്റെ ആത്മാവ് വിഷാദിക്കുന്നു എന്നിവിടെ പറയുന്നു. 4-ാം വാക്യം ശ്രദ്ധിക്കുക, നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു, അല്ലേ? ഇവിടെ ചിന്തിച്ച് ഇവനിപ്പോൾ ഉറങ്ങുവാൻ കഴിയുന്നില്ല. അവൻ്റെ കഷ്ട അനുഭവത്തെക്കുറിച്ച് ആലോചിച്ച് അവൻ ഉറങ്ങുവാൻ കഴിയുന്നില്ല. നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോൾ നമുക്ക് പലപ്പോഴും ഉറക്കമില്ലാത്തൊരു അനുഭവങ്ങളുണ്ടാകും, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള വേദനകൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ഉറങ്ങുവാൻ കഴിയില്ല, അല്ലേ? പലപ്പോഴും ഈ ഒരു അനുഭവത്തിലൂടെ നാം എല്ലാവരും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഉറങ്ങുവാൻ കഴിയാതിരിക്കുന്നത് നല്ലതാണെന്നാണ് ലേഖകൻ പറയുന്നത്. ചിലപ്പോൾ ഉറങ്ങാൻ കഴിയാതിരിക്കുന്നത് നല്ല അനുഭവമാണ്. ഇവിടെ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 41-ാം അധ്യായം എടുക്കുമ്പോൾ ഫറവോൻ ഒരു സ്വപ്നം കണ്ടു, പിന്നെ അവന് ഉറക്കം ഉണ്ടായില്ല.
ഫറവോൻ ഒരു സ്വപ്നം കണ്ടു, അവന് പിന്നെ ഉറക്കമുണ്ടായില്ല. പക്ഷേ ആ ഫറവോൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ആ ദേശത്ത് വരുവാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെ 7 വർഷക്കാലവും അത് കഴിഞ്ഞ് ആ ദേശത്ത് വരുവാനിരിക്കുന്ന ക്ഷാമത്തിൻ്റെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്ന ഒരു ദർശനമാണ് ഫറവോൻ കണ്ടത്, അല്ലേ? വരുവാനിരിക്കുന്ന സംഭവങ്ങളെ അവൻ ഉറക്കം നഷ്ടപ്പെട്ടു, അല്ലേ? അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കണ്ടു. അവൻ്റെ മനസ്സ് വ്യാകുലപ്പെട്ടു. അദ്ദേഹത്തിന് ഒന്നുണ്ടായി, ഉറക്കമില്ലാതെയായി. പക്ഷെ അതെല്ലാം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതായ സംഭവങ്ങളെയാണ് ഈ വ്യക്തികൾക്ക് നൽകിയത്. ആ ദർശനങ്ങൾ അവർ കണ്ടപ്പോൾ അവർക്ക് ഉറക്കം ഇല്ലാതെയായി. എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ, അന്ന് രാത്രി രാജാവിന് ഉറക്കം വരാകിയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്ന പുസ്തകവും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ച് കേൾപ്പിച്ചു, അല്ലേ? പണ്ട് കാലത്ത് മൊർദെഖായി തനിക്ക് ചെയ്തതായ നന്മയെക്കുറിച്ച് അവൻ ഓർത്തു. അപ്പോൾ അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, അല്ലേ? ഇത് പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ അത് പോസിറ്റീവായി നാം കാണുക. കാരണം ചില സന്ദർഭങ്ങളിൽ ഉറക്കം നഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമ്മൾ നിറവേറുവാനാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടതെന്ന് നാം പൂർണ്ണമായും വിശ്വസിക്കുക. അത് നല്ലതിനാണെന്ന് ചിന്തിക്കുക. കാരണം ഭാവിയിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുവാൻ പലപ്പോഴും നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. ഇവിടെ സങ്കീർത്തനക്കാരൻ 77 പറയുന്നു, നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു, സംസാരിപ്പാൻ കഴിയാതെ വണ്ണം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വ്യാകുലപ്പെട്ടിരിക്കുന്നു. അല്ല, 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ? അവൻ്റെ ദയ സദാകാലത്തേക്കും പൊയ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറയോളം ഇല്ലാതെയായോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ? കുറേ ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ് ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഇല്ലാതെയായോ, അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്നേക്കും നശിച്ചു പോയോ എന്നൊക്കെ പലതരം വ്യാകുലതകൾ അവൻ പങ്കുവയ്ക്കുകയാണ്, അല്ലേ? പലപ്പോഴും ഇങ്ങനെയുള്ളൊരു അനുഭവം നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ലാസ്റ്റ് പറയുന്നത്, സങ്കീർത്തനക്കാരൻ ഒരു കാര്യത്തിൽ അവൻ പ്രത്യാശയുള്ളവനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, പൂർവികരുടെ അനുഭവങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും അവരിങ്ങനെ അനുഭവത്തിലൂടെ കടന്നുപോയി. ആ സമയത്തൊക്കെയും ദൈവം അവരെ വിടുവിച്ചു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നൊക്കെ വിടുവിച്ച് സ്ഥിരമായ ഒരു പാറമേൽ അവനെ നിർത്തി. അവൻ്റെ ഗമനത്തെ ദൈവം സ്ഥിരമാക്കി. അവൻ്റെ നാവിലൊരു പുതിയ പാട്ട് അന്യദേശത്ത് പാടുവാൻ ദൈവം അവന് നൽകി എന്നിവിടെ പറയുന്നു. സങ്കീർത്തനം 77 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 77 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്രമാത്രം ഞാൻ എൻ്റെ അനുഭവത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുക ആണെങ്കിൽ പോലും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിൻ്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിൻ്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിൻ്റെ ക്രിയകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കും. ദൈവമേ, നിൻ്റെ വഴി വിശുദ്ധമാകുന്നു, നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ? നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു, നിൻ്റെ ബലത്തെ നീ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, തൃക്കൈ കൊണ്ട് നീ നിൻ്റെ ജനത്തെ വീണ്ടെടുത്തിരിക്കുന്നു, അല്ലേ? താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ പൂർവ്വകാലങ്ങളിൽ ദൈവം ചെയ്ത നന്മകൾ, എത്രമാത്രം കഷ്ടത വന്നിട്ട് പോലും ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായി നിലനിന്നതുപോലെ ഇവിടെ സങ്കീർത്തനക്കാർ ദൈവമക്കൾ നിലനിൽക്കുകയാണ്. ഇയ്യോബിൻ്റെ അനുഭവത്തിൽ വലിയ തരത്തിലുള്ള വിശ്വാസ ശോധനകൾ കടന്നു വന്നപ്പോഴും ഇയ്യോബ് ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിലനിന്നതുപോലെ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നമുക്ക് ഇങ്ങനെയൊരു പ്രോത്സാഹനം ഉണ്ടാകട്ടെ. പൂർവികർക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നിങ്ങൾ ഓർക്കുക, പൂർവികർക്ക് ദൈവം ചെയ്ത നന്മകളെ നിങ്ങൾ ഓർക്കുക. നമ്മുടെ ദൈവം ശക്തനാണ്, വാഗ്ദത്തങ്ങൾ പാലിക്കുന്നവനാണ്, 100% നമുക്ക് ഗ്യാരണ്ടി നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഉടമ്പടികൾ പാലിക്കുന്നവനാണ്, മറന്നുപോകുന്ന ദൈവമല്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദത്തം നശിക്കില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുവാൻ കഴിയും, ആത്മീയ കണ്ണുകളുള്ളവർക്ക് അത് കാണുവാൻ കഴിയും എന്നിവിടെ പറയുകയാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദൈവത്തിൻ്റെ വഴി, ദൈവത്തിൻ്റെ നടത്തിപ്പ് ഞാൻ തിരിച്ചറിയുന്നു, അത് ആത്മീയ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണുവാൻ കഴിയുന്നു. ചില സമയത്ത് അത് വെളിപ്പെടുന്നു, ചില സമയത്ത് അത് മറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ബോധ്യപ്പെടുന്നു എന്നിവിടെ പറയുന്നു. അത് ദൈവത്തിൻ്റെ ഈ അത്യുന്നതമായ വഴികളെ പലപ്പോഴും മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല എന്നിവിടെ പറയുന്നു. അത് ഗ്രഹിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നശിച്ചു പോയോ, അത് നിലനിൽക്കുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ, ബുധനാഴ്ചത്തെ പാഠത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും നശിക്കുന്നില്ല, അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ ഉടമ്പടി നമ്മുടെ മേൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട്
ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട്, പൂർവികർക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നാം ആത്മീയ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് ആ ദൈവത്തിൽ തന്നെ ശരണം പ്രാപിപ്പാൻ ബുധനാഴ്ചത്തെ പാഠം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വ്യാഴാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വ്യാഴാഴ്ച പഠിക്കുന്ന ഹെഡിങ് നീതിമാൻ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. നീതിമാൻ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന്. വ്യാഴാഴ്ച പഠിക്കുന്നത് നീതിമാൻ പരീക്ഷിക്കപ്പെടാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം. പലപ്പോഴും ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ ഒരു പ്രയാസത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സങ്കീർത്തനക്കാരൻ ഇവിടെ വലിയ കഠിന അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കാണുമ്പോൾ സങ്കീർത്തനക്കാരന് വല്ലാത്തൊരു വേദന, അല്ലേ? നേരെ മറിച്ച് നീതിമാന്മാർ ഇവിടെ കഷ്ടപ്പെടുന്നു, നീതിമാന്മാർ കഷ്ടപ്പെടുന്നു, നേരെ മറിച്ച് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഇത് കണ്ടപ്പോൾ സങ്കീർത്തനക്കാരന് വല്ലാത്തൊരു വേദന. 125-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിമാന്മാർ നീതികേടിലേക്ക്, 3-ാം വാക്യം, 125-ാം സങ്കീർത്തനം 3-ാം വാക്യം, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോല് നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോല് നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല എന്നിവിടെ പറയുന്നു. എങ്കിലും പലപ്പോഴും ഇവിടെ ദുഷ്ടന്മാരുടെ ചെങ്കോല് ലോകത്ത് ആധിപത്യം നടത്തുന്നു, അല്ലേ? ദുഷ്ടന്മാരുടെ ചെങ്കോല് ലോകത്ത് ആധിപത്യം നടത്തുന്നു, നീതിമാന്മാർ കഷ്ടപ്പെടുന്നു, അവിടെ നിലവിളി ദൈവം കേൾക്കുന്നില്ല, വാഗ്ദത്തം നശിച്ചുപോയി എന്ന് സ്വയം ചിന്തിക്കുന്നു. ഒക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് നീതിമാന്മാർ ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്. നീതിമാന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ പരീക്ഷിക്കപ്പെടുന്നു? ദുഷ്ടന്മാരുടെ ലോകത്ത് എന്തുകൊണ്ട് ആധിപത്യം നടത്തുന്നു? നന്മ പൊയ്പോയോ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, അതുകൊണ്ട് ദുഷ്ടന്മാർ ഇത്രമാത്രം ആധിപത്യം പുലർത്തുകയാണെങ്കിൽ നന്മയെ വിട്ടുകളഞ്ഞിട്ട് തിന്മയെ പിന്തുടരുന്നതല്ലയോ നല്ലത് എന്നിവിടെ ചോദിക്കുകയാണ്. നന്മയെ വിട്ടുകളഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് തിന്മയെ സ്വീകരിച്ചുകൂടെയോ എന്ന് ചോദിക്കുന്നു. കാരണം നീതിമാന്മാർ ഇവിടെ പരീക്ഷിക്കപ്പെടുകയാണ്, അല്ലേ? നീതിമാന്മാർ തകർച്ചയിലായിരിക്കുന്നു, ദുഷ്ടന്മാർ പെരുകുന്നു, ദുഷ്ടന്മാർ അഭിവൃദ്ധി സമ്പാദിക്കുന്നു, ധനസമൃദ്ധിയിൽ അവരായിരിക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നമുക്കൊരു ഉപദേശം നൽകുകയാണ്. ദുഷ്ടന്മാരുടെ അഭിവൃദ്ധി കണ്ടിട്ട് നീ വേദനിക്കേണ്ട കാര്യമില്ല. സങ്കീർത്തനം 37:1 പറയുന്നു, സങ്കീർത്തനം 37:1, ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മൂഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകരുത്, അല്ലേ? ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് നീ എന്ത് ചെയ്യരുത്? അസൂയപ്പെടരുത്. അല്ലെ 8-ാം വാക്യം പറയുന്നത്, ആയതിനാൽ കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. നിന്റെ ഉള്ളിലെ കോപം, ദുഷ്ടനോടുള്ള നിന്റെ ഉള്ളിലെ കോപവും ക്രോധവും ഒക്കെ കളഞ്ഞ് അത് ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകാതെ നീ ഉപേക്ഷിക്കുക. കാരണം അവരുടേതായ ആ അഭിവൃദ്ധി അല്പസമയത്തേക്കേ ഉള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഈ ദുഷ്ടൻ്റെ അഭിവൃദ്ധിയൊക്കെ അല്പസമയത്തേക്കേ ഉള്ളൂ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട എന്ന് പറയുന്നു. സങ്കീർത്തനം 73-ാം അധ്യായമാണ് വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. സങ്കീർത്തനങ്ങൾ 73. സങ്കീർത്തനം 73 തുടക്കം വാക്യം പറയുന്നത്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് ആരാകുന്നു? നല്ലവനാകുന്നു. നിർമ്മല ഹൃദയമുള്ള ദൈവമക്കൾക്ക് ദൈവം നല്ലവനാകുന്നു നിശ്ചയം. ഇതാണ് എൻ്റെ 73-ാം സങ്കീർത്തനത്തിൻ്റെ ആകെ തുക. സംക്ഷിപ്ത രൂപം അതാണ്. പക്ഷേ പലപ്പോഴും താഴോട്ട് വായിക്കുമ്പോൾ അവൻ്റെ മനസ്സുകൾ ഇടറുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നത്, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ വളർച്ച കണ്ടിട്ട്. 3-ാം വാക്യം പറയുന്നത്, ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു. അവർ മർത്യരെ പോലെ, മറ്റുള്ള മനുഷ്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ദുഷ്ടന്മാർക്ക് അവരുടെ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അല്ലേ? ദുഷ്ടന്മാരെ അവിടെ വർണ്ണിക്കുകയാണ്. അവരുടേതായ സമ്പൽ സമൃദ്ധി, ധനസമൃദ്ധി, ലോകത്തിൽ ദുഷ്ടന്മാർ ആധിപത്യം നടത്തുന്ന ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത്. അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, അവർ ഡംഭം, അഹങ്കാരം അവർക്ക് മാലയായിരിക്കുന്നു, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, 11-ാം വാക്യം, 73-ാം സങ്കീർത്തനം 11-ാം വാക്യം, ദൈവം എങ്ങനെ അറിയുന്നു?
അത്യുന്നതിന് അറിവുണ്ടോ എന്നവർ പറയുകയാണ്. ദൈവം ഇതെല്ലാം അറിയുന്നുണ്ടോ? അത്യുന്നതിന് അങ്ങനെ അറിവുണ്ടോ എന്നവർ സ്വയം ചോദിക്കുന്നു, അല്ലേ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ ഇവിടെ വേദനിക്കുകയാണ്. 13-ാം വാക്യം, 73-13. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലാകിയാൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ നല്ലതുപോലെ നടന്നത്, നിർമ്മല ഹൃദയത്തോടെ ഞാൻ നടന്നതൊക്കെ വ്യർത്ഥമത്രേ. അതിനേക്കാൾ തിന്മയെ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് സങ്കീർത്തനക്കാരൻ അവൻ്റെ അപക്വമായ മനസ്സിൽ, ബലഹീന മനസ്സിൽ അവൻ ചിന്തിക്കുകയാണ്. പക്ഷേ ദൈവം അവിടെ ഒരു വലിയ പ്രത്യാശ നൽകുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ അവൻ്റെ അന്തം എന്താകും, ദുഷ്ടൻ്റെ അവസാനം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നപ്പോൾ ദുഷ്ടൻ്റെ അന്തം എന്താകുമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. 73-ാം സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. 73-ാം സങ്കീർത്തനം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഫൈനൽ ജഡ്ജ്മെൻ്റ് അവിടെ കാണിക്കുകയാണ്. ദുഷ്ടൻ്റെതായ ന്യായവിധി അവിടെ ദൈവം അവന് കാണിച്ചു കൊടുത്തു. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവിടെ അന്തം അല്ലെങ്കിൽ അവസാനം എന്താകുമെന്ന് ചിന്തിച്ചു. 18-ാം വാക്യം, നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുൾച്ചെലകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു എന്നിവിടെ പറയുന്നു, അല്ലേ? ഒടുവിൽ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം അരുളുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വിശുദ്ധ മന്ദിരത്തിൽ ഞാൻ പോയി. അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുകയാണ്. വഴുവഴുപ്പിൻ്റെ അനുഭവം നമുക്കറിയാം, എല്ലാവർക്കും വഴുവഴുപ്പിൻ്റെ അനുഭവം അറിയാം. വഴുവഴുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നാം തെന്നി വീണു പോകും, അല്ലേ? നമ്മുടെ വീഴ്ച അതിഭയങ്കരമായിരിക്കും. ദൈവം അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. 19-ാം വാക്യം പറയുന്നത്, എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അല്ലെ? എത്ര ക്ഷണത്തിലാണ് അവർ നഷ്ടപ്പെട്ടത്, അവരുടെ ജീവനില്ലാതെയായി പോയത്. അവരൊരുപക്ഷെ ലോകത്തിൽ അവർ ആധിപത്യം നടത്തിയവരാണ്, വലിയ പേരും പെരുമയുള്ളവരായിരുന്നു. പക്ഷേ ആ ദുഷ്ടന്മാർക്ക് എത്ര പെട്ടെന്നാണ് ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടായത് എന്നിവിടെ പറയുന്നത്. അതുകൊണ്ട് 73-ാം സങ്കീർത്തനം പറയുന്നത്, നിർമ്മല ഹൃദയമുള്ളവർക്ക് നമ്മുടെ ദൈവം നല്ലവനാകുന്നു നിശ്ചയം, അല്ലേ? നിർമ്മല ഹൃദയമുള്ളവർക്ക് എൻ്റെ ദൈവം നല്ലവനാകുന്നു നിശ്ചയം. അതുകൊണ്ട് നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. നീതിമാന് അനർത്ഥങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും പരീക്ഷയുടെ അനുഭവങ്ങൾ വന്നാലും മരുഭൂമിയുടെ അനുഭവം വന്നാലും നാം പതറേണ്ട കാര്യമില്ല. ദൈവം തീർച്ചയായും ദുഷ്ടന്മാരുടെ മേൽ ന്യായവിധി നടത്തും എന്നുള്ള ഒരു വലിയൊരു ഉറപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ദേവാലയത്തിൽ ചെന്നപ്പോൾ, വിശുദ്ധ മന്ദിരത്തിൽ അവിടെ ചെന്നപ്പോൾ, ദേവാലയത്തിൽ ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധി നേരിട്ട് ഇവിടെ നീതിമാന് കാണുവാൻ കഴിഞ്ഞു എന്നിവിടെ പറയുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഠിന അനുഭവങ്ങൾ സംഭവിക്കുമ്പോൾ നാം പതറാതെ ദൈവസന്നിധിയിൽ നിൽക്കണമെന്നിവിടെ പറയണം. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്നിവിടെ പറയുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പറയുന്നത്, മുഖപക്ഷം കൂടാതെ, നമ്മുടെ ദൈവത്തിന് മുഖപക്ഷമില്ല, മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെ നാം പിതാവെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് നാം അന്യദേശത്ത് പാർത്താലും, നമ്മുടെ പ്രവാസകാലം അന്യദേശത്ത് നാം പാർത്താലും നാം ഭയത്തോടെ അവിടെ കഴിപ്പീൻ എന്നിവിടെ പറയുന്നു, അല്ലേ? നമ്മുടെ ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്ന ദൈവമാണ്, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം അന്യദേശത്ത് പാർത്താലും നാം ഭയത്തോടെ വിശ്വസ്തയോടുകൂടി ദൈവത്തെ സേവിപ്പീരെന്ന് 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നീതിമാൻ പരീക്ഷിക്കപ്പെടുമ്പോഴും ജീവിതത്തിൽ ദൈവം അവന് താങ്ങും, ദൈവം അവനെ കരുതിക്കൊള്ളും, ദൈവം അവനെ നിർമ്മല ഹൃദയമുള്ള ആ നീതിമാനെ ദൈവം സംരക്ഷിക്കും എന്ന് വ്യാഴാഴ്ചത്തെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു. വെള്ളിയാഴ്ചത്തെ ഭാഗത്തേക്ക് വരാം. വെള്ളിയാഴ്ച നാം മനസ്സിലാക്കുന്നത് ദൈവജനം പലപ്പോഴും ഇങ്ങനെയുള്ള വേദനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ കടന്നുപോയ അനുഭവങ്ങളിലൊക്കെ നമുക്ക് അന്യദേശത്ത് നമുക്കെങ്ങനെ ദൈവത്തിന് പാടുവാൻ കഴിയും. വെള്ളിയാഴ്ചയിൽ നമ്മെ മനസ്സിലാക്കി തരുന്നത്, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മുഖം മറയ്ക്കും, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നിലവിളി ദൈവം കേൾക്കുന്നില്ല എന്ന് നമുക്ക് സ്വയം തോന്നും. എങ്കിൽ പോലും സങ്കീർത്തനക്കാരൻ പറയുന്നു, ഒരിക്കലും നാം ദൈവത്തിൻ്റെ നാമം തുച്ഛീകരിക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നാം പൂർണ്ണമായും ആശ്രയിക്കുക, വിശ്വസിക്കുക.
നീതിമാന അനർത്ഥങ്ങൾ കടന്നു വരുമ്പോഴും മരണത്തിൻ്റെ പടിവാതിൽക്കൽ നമ്മുടെ ജീവിതമായിരിക്കുമ്പോഴും അന്യജാതിക്കാർ നമ്മളോട് നിൻ്റെ ദൈവം എവിടെയെന്ന് വളരെ പരിഹാസത്തോടെ ചോദിക്കുമ്പോൾ പോലും ദൈവം നമ്മുടെ പൂർവ്വകാലങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നാം പാടുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ മനസ്സിലാക്കി തരുന്നു. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, നാശകരമായ കുഴിയിൽ നിന്നും കൊഴിഞ്ഞ ചൂറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, അവൻ എൻ്റെ വായിൽ ഒരു പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും ആ പാട്ട് കേട്ട്, അന്യദേശത്ത് ഞാൻ ആ പാട്ട് പാടുമ്പോൾ പലരും ആ പാട്ട് കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിൽ ആശ്രയിക്കും എന്ന് ഇവിടെ പറയുന്നു. അതുകൊണ്ട് അന്യദേശത്ത് നമുക്കെങ്ങനെ പാടുവാൻ കഴിയും? അന്യദേശത്ത് സിയോനിൽ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ അവരിവിടെ പറയുകയാണ്, അല്ലേ? നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ 137-ാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവരിന്ന് ബാബിലോണിൽ പ്രവാസത്തിലായിരിക്കുന്നു. 137-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നമ്മൾ പഠിച്ചതുപോലെ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്നിവിടെ പറയുന്നു. അപ്പോൾ അന്യദേശത്ത് നമുക്കെങ്ങനെ പാടുവാൻ കഴിയും? പൂർണ്ണമായ വിശ്വാസത്തിൽ നമുക്കെങ്ങനെ ജീവിക്കുവാൻ കഴിയും? അന്യദേശത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ, നാം മനസ്സിലാക്കിയതായ ആ വിശ്വാസത്തെ നമുക്കെങ്ങനെ ധൈര്യത്തോടെ നിലനിർത്തുവാൻ സാധിക്കും? അനേകർ നമ്മോട് അങ്ങയുടെ ദൈവം എവിടെ, നിൻ്റെ ദൈവം എവിടെ എന്ന് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ, മരണത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ, ദുഷ്കാലത്തിൽ നാം ജീവിക്കുമ്പോൾ, ദുഷ്ടന്മാർ നമ്മുടെ മേൽ ആധിപത്യം നടത്തുമ്പോൾ നമുക്കെങ്ങനെ യഹോവയുടെ ഗീതം നമുക്ക് പാടുവാൻ കഴിയും? അല്ലേ? പാട്ടുകാരൻ പറയുന്നത്, ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാൻ അറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ദൈവസന്നിധിയിൽ നമ്മുടേതായ ഇഷ്ടങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവഹിതം നമ്മളിൽ നടപ്പിലാകുവാൻ, നാം എവിടെയായിരുന്നാലും ദൈവസന്നിധിയിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ നിലനിർപ്പാൻ കർത്താവ് നമ്മെ ശക്തീകരിക്കട്ടെ. ഈ പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുക, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുക. സങ്കീർത്തനങ്ങൾ നാം ഓരോ ദിവസവും പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ ഹൃദയവും ഒന്നായി തീരുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മുടെ പാഠത്തിൽ നിന്ന് അവസാനിപ്പിക്കും. ദൈവം നമ്മെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ ഒരു 2024 ആദ്യത്തെ ക്വാർട്ടറിൽ സങ്കീർത്തന പുസ്തകം പഠിക്കുവാനുള്ള ഭാഗ്യം ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്കായി സ്തോത്രം. പച്ചയായ യാഥാർത്ഥ്യങ്ങളെ സങ്കീർത്തനങ്ങളിലൂടെ ഞങ്ങൾ കാണുമ്പോൾ അവിടെ ജീവിതത്തിലെ ഉയർച്ചകൾ, താഴ്ചകൾ, നിലവിളികൾ, പ്രാർത്ഥനകളൊക്കെയും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടേതായ ജീവിതവും ഇതുപോലെയാണെന്ന് സ്വയം ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കർത്താവ് പൂർവികർക്ക് ചെയ്ത അത്ഭുതങ്ങൾ അവർ മറന്നു പോകാതെ ദൈവസന്നിധിയിൽ ഓർത്തുകൊണ്ട് അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, ദൈവമേ അങ്ങയുടെ കണ്ണ് ഞങ്ങളുടെ മേൽ മുഖം മറയ്ക്കരുതേ എന്നവർ നിലവിളിക്കുമ്പോൾ ഇങ്ങനെ അയ്യം വിളിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് പഠിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നതായ വേദനകൾ, മരണത്തിൻ്റെതായ താഴ്വരകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്യജാതിക്കാർ ഞങ്ങളോട് നിൻ്റെ ദൈവം എവിടെയെന്ന് മറ്റ് പരിഹാസത്തോട് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദത്വം എന്നേക്കുമെന്നും നീതിമാന ജീവിതത്തിൽ അനർത്ഥം വന്നാലും അതിൽക്കൊരു പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമേ ഞങ്ങളുടെ മനസ്സിലെ കൃപകൾക്കായി സ്തോത്രം. ഈ പാഠങ്ങൾ പഠിക്കുവാനുള്ള ഭാഗ്യം നൽകിയ കൃപകൾക്കായി സ്തോത്രം. പാഠം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് ഇത് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. വേദനകളിൽ, ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ കടന്നു പോകുന്ന മക്കൾക്ക് ശക്തിയും സമാധാനവും സന്തോഷവും ആശ്വാസവും ഒക്കെ ലഭിപ്പാൻ ഈ പാഠങ്ങൾ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈഡൻ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാവരും ഉപരിയായി കർത്താവെ, അങ്ങ് മേഘാരനെ കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളും കാണപ്പെടുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു. എളിയാചന കേൾക്കണം പരിശുദ്ധനായ നല്ല പിതാവേ, ആമേൻ.